നീ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ നിനക്ക് വിശ്വാസമുണ്ടോ? നിനക്ക് ക്യാൻസർ വരുമ്പോൾ നിനക്ക് വിശ്വാസമുണ്ടോ? നിന്റെ ചേട്ടൻ ആക്സിഡന്റിൽ മരിക്കുമ്പോൾ നിനക്ക് വിശ്വാസമുണ്ടോ? ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കടം മാറാതിരിക്കുമ്പോൾ നിനക്ക് വിശ്വാസമുണ്ടോ? എല്ലാ ധ്യാന കേന്ദ്രത്തിൽ എഴുതിയിട്ടിട്ട് ആ എഴുതിയിട്ട കാര്യത്തിൻ്റെ മഷി പോകാതെ അല്ലാതെ ഒരു കാര്യം നടക്കാതിരിക്കുമ്പോൾ നിനക്ക് വിശ്വാസമുണ്ടോ? നിന്റെ കൂടെയുള്ളവരെല്ലാം തള്ളി പറയാം. നിന്റെ മക്കൾ ഒളിച്ചോടി പോകുമ്പോൾ അപ്പനമ്മയ്ക്ക് വിശ്വാസമുണ്ടോ? എല്ലാം കൊടുത്ത് വളർത്തിയിട്ട് അനാഥാലയത്തിൽ കൊണ്ടിടുമ്പോൾ നിനക്ക് വിശ്വാസമുണ്ടോ? നിന്റെ കൂടെ നടക്കുന്നവൻ നിന്നെ ചതിക്കും, അപ്പോൾ നിനക്ക് അവനിലല്ല ആരില്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കിക്കും നിങ്ങൾ സ്നേഹമുള്ളവരെ, ഇനി ഓരോ ദിവസവും നമ്മളെ പരീക്ഷിക്കപ്പെടും. സ്വന്തം മകള് മരിക്കുമ്പോൾ അമ്മ പറയാണ്, എൻ്റെ മകളുടെ വിവാഹമാണ് നാളെ. ആരുമായിട്ട്? ഈശോയുമായിട്ട്. കണ്ടോ, അവിടെ എൻ്റെ ഈശോ പറയാ, ഇതാണ് വിശ്വാസം. ഇതെത്ര വൈദികർക്കുണ്ടാവൂ? ഒരു അമ്മ തൻ്റെ മകള് മരിക്കുന്ന ദിവസം ഡോക്ടർ പറയാ ബ്രെയിൻ ഡെത്ത് നടക്കാൻ പോവാ, മോള് ഭയങ്കര സീരിയസ് ആയി ആക്സിഡന്റിൽ കിടക്കുക. കുറെ പ്രാർത്ഥിച്ചു, അനേകം ഈ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ രക്ഷിക്കുന്ന ഒരു അമ്മയാണ് ഈ അമ്മ. ഈ അമ്മ പറയാ, ഡോക്ടറെ എൻ്റെ മകള് മരിക്കുകയാണെങ്കിൽ എൻ്റെ മകളുടെ വിവാഹമോ അതെന്നോട് പറയണം. പിറ്റേ ദിവസം ആ വീട്ടിൽ മരിച്ചവരെല്ലാം കണ്ടെന്ന് അറിയോ? ഈ പെൺകുട്ടിയുടെ ശവമഞ്ചത്തിന് ചുറ്റുമിരുന്ന് ഗിത്താറിട് പിടിച്ചിട്ട് ഇവളുടെ കൂട്ടുകാരന്മാര് പാടാ, സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ. ആര് പോയി? ഞങ്ങളുടെ കൂട്ടുകാരി പോയെന്ന്. ഇതിന്റെ പേരാണ് വിശ്വാസം. അല്ലാണ്ട് അവിടെ പോവരുത്, ഇവിടെ പോവരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എല്ലാം പിശാച് എന്ന് പറയുമ്പോ we need the faith. നമ്മുടെ വിശ്വാസം ഇവിടേക്ക് ചോദ്യം ചെയ്യപ്പെടുന്നു. നിങ്ങൾ ഇന്ന പ്രാർത്ഥന ചൊല്ലി അനുഗ്രഹം കിട്ടും, അതല്ല. ദാറ്റ്സ് നോട്ട് ഫെയ്ത്ത്. തകരുമ്പോ ഏറ്റവും പറയാൻ പറ്റിയ ക്രിസ്ത്യാനി, അതാണ് വിശ്വാസം. പീഡിപ്പിക്കപ്പെട്ട സഭയില വിശ്വാസം പ്രഖ്യാപിക്കപ്പെട്ട് രണ്ട് സുഖലോലുപത, ഈ പോസ്പിരിറ്റി എന്ന് തീരുന്നോ അന്നായിരിക്കും എനിക്ക് തോന്നണം യുഗാന്ത്യം. അതുമാത്രം. ഒരു ത്യാഗം ചെയ്യാൻ പോലും പറ്റണില്ല പ്രിയപ്പെട്ടവരെ. ത്യാഗത്തിനൊന്നും ഒരു വിലയില്ല. എല്ലാം ത്യാഗം ചെയ്ത എന്തിനാ ചെയ്യണേ? ജോലി കിട്ടാൻ ഉപവാസം, മക്കള് നന്നാവാൻ ഉപവാസം. അവർ വിശുദ്ധരാവാനല്ല, നന്നാവാൻ. അവരാദ്യം വിശുദ്ധരായ പിന്നെ നന്നാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേകരിൽ ഇന്ന് വിശ്വാസമില്ല.